Welcome to BTech Made Easy. നമ്മളുടെ ഇലക്ട്രിക്കൽ EC അപ്ലൈഡ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകൾക്ക് വേണ്ടിയിട്ടുള്ള 8051 മൈക്രോ കൺട്രോളറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടുള്ള സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ബേസിക്സ് ഓഫ് സീരിയൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബേസിക്സ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എ ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ any two electronic devices, example between a computer and a microcontroller or any other peripheral devices, is called as communication, and this communication can be of two types. What are they? Serial communication and parallel communication. അതായത് നമുക്ക് രണ്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ രണ്ട് രീതിയിലാണ് നടത്താൻ സാധിക്കുക. അതിലൊന്നാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തെയാണ് പാരലൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്താണ് സീരിയൽ കമ്മ്യൂണിക്കേഷനും പാരലൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സീരിയൽ കമ്മ്യൂണിക്കേഷനകത്ത് ഇറ്റ് യൂസസ് ഓൺലി 1 or 2 data lines to transfer data, and it is generally used for long distance. It is generally used for long distance communication. അപ്പോൾ നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ഡേറ്റ ലൈൻസ് മാത്രമേ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമുക്ക് കാണത്തുള്ളൂ. അത് രണ്ട് ഇലക്ട്രോണിക് ഡിവൈസ് തമ്മിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഇലക്ട്രോണിക് ഡിവൈസും തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഡേറ്റ ലൈൻസ് മാത്രമേ കാണത്തുള്ളൂ. നോർമലി നമ്മൾ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എവിടെയാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ഇൻ 2 methods. ഫസ്റ്റ് മെത്തേഡ് ഈസ് asynchronous data transfer. Asynchronous data transfer. And the second one is synchronous data transfer. Synchronous data transfer. അപ്പോൾ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സെൻഡർ അതല്ലെങ്കിൽ ഈ ട്രാൻസ്മിറ്ററും റിസീവറും, ഒരു ട്രാൻസ്മിറ്ററും കാണും ഒരു റിസീവറും കാണുമല്ലോ. ഒരു ഡേറ്റ ട്രാൻസ്ഫർ നടക്കുകയാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രാൻസ്മിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നാണല്ലോ ഒരു റിസീവറിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ ആ ഈ അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരിക്കലും സിൻക്രണസ് അല്ല. മീൻസ് അതിനൊരു ക്ലോക്ക് ഉണ്ടാവില്ല. അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് ഡേറ്റ റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരിക്കലും ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ക്ലോക്ക് പൾസ്. സിൻക്രണൈസ് ചെയ്യാൻ അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ ടൈപ്പിനകത്ത് ഒരു ക്ലോക്ക് കാണത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുക? ഇവിടെ നമുക്ക് ക്ലോക്കിന് പകരം സ്പെഷ്യൽ ബിറ്റ്സ്, അതായത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടുന്ന ഡേറ്റയുടെ ഈച്ച് വേർഡിനോടും കൂടി ചേർന്ന് നമ്മൾ സ്പെഷ്യൽ ബിറ്റ്സ് ആഡ് ചെയ്താണ് റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു വേർഡാണ് നമുക്കൊരു ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒരു റിസീവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആ വേർഡിനെ നമ്മൾ ആ വേർഡിലേക്ക് അഡീഷണൽ ബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് എപ്പോഴും ഒരു സ്റ്റാർട്ട് ബിറ്റ് കാണും. ഇതിനാണ് നമ്മൾ സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ട് ബിറ്റിന് ശേഷം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടുന്ന ഡേറ്റ ബിറ്റ്സ്, ഇതാണ് ഡേറ്റ ബിറ്റ്സ്. ഈ ഡേറ്റ ബിറ്റ്സ് ആഡ് ചെയ്യും.
അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു പാരിറ്റി ബിറ്റും കൂടി ആയിരിക്കും. നമുക്ക് തന്നെ അറിയാം പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്. അവിടെ എറർ ചെക്കിംഗ് ഡിറ്റക്ടർ ആയിട്ടാണ് നമ്മളിവിടെ പാരിറ്റി ബിറ്റ് കൊടുക്കുന്നത്. നമ്മളെ സെൻഡ് ചെയ്യുന്ന ഡേറ്റ തന്നെയാണോ റിസീവറിലേക്ക് കിട്ടുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരിറ്റി ബിറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതോടൊപ്പം ഒരു സ്റ്റോപ്പ് ബിറ്റും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഒരു സ്റ്റോപ്പ് ബിറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്തെങ്കിലേ നമ്മളുടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് നമ്മൾ സെൻഡ് ചെയ്യുന്ന വേർഡ് റിസീവർ കറക്റ്റായിട്ട് റിസീവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫറിനകത്ത് ഒരു ട്രാൻസ്മിറ്റർ റിസീവറിലേക്ക് ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ സ്പെഷ്യൽ ബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്റ്റാർട്ട് ബിറ്റ്. അപ്പം എപ്പോഴും നമ്മളുടെ സെൻഡ് ചെയ്യേണ്ടുന്ന ഡേറ്റയുടെ ഫ്രണ്ടിൽ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, ഒരു സ്റ്റാർട്ട് ബിറ്റ് വേണം. അതിനുശേഷമായിരിക്കും നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡേറ്റയോട് ചേർന്ന് ഡേറ്റ എവിടെ തീരുന്നോ അതിന് തൊട്ട് പുറകിലായിട്ട് എന്ത് വേണം, ഒരു പാരിറ്റി ബിറ്റ് വേണം ഫോർ എറർ ചെക്കിംഗ്. അതിനുശേഷം നമുക്ക് എന്തും കൂടി വേണം, ഒരു സ്റ്റോപ്പ് ബിറ്റും കൂടി വേണം. ഇൻ കേസ് റിസീവർ സ്റ്റോപ്പ് ബിറ്റ് റിസീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്ത സ്റ്റാർട്ട് ബിറ്റ് തൊട്ട് പാരിറ്റി ബിറ്റ് വരെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് എറർ ആയിട്ടായിരിക്കും റിസീവർ റിസീവ് ചെയ്യുക. അപ്പോൾ എപ്പോഴും അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫറിൽ ഫ്രണ്ടിൽ സ്റ്റാർട്ട് ബിറ്റിലായിരിക്കും തുടങ്ങേണ്ടുന്നത്, എൻഡ് ചെയ്യേണ്ടുന്നത് സ്റ്റോപ്പ് ബിറ്റിലും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫറിൽ നമ്മൾ എങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി എങ്ങനെയാണ് ഒരു സിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ, സിൻക്രണസ് ഡേറ്റ എങ്ങനെയാണ് നമ്മൾ സിൻക്രണസ് ആയിട്ട് ഡേറ്റ, സിൻക്രണസ് എന്ന മീനിങ്ങിൽ പേരിൽ തന്നെയുണ്ട്. ഇവിടെ എന്തുണ്ട്, ക്ലോക്ക് പൾസസ് ഉണ്ട്. അതായത് നമ്മളുടെ ട്രാൻസ്മിറ്റർ ഒരു ഡേറ്റ റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം എന്തുണ്ടാവും, ഒരു ക്ലോക്ക് പൾസ് ഉണ്ടാവും. അപ്പോൾ റിസീവറിന് ഓൾറെഡി അറിയാൻ സാധിക്കും, ഓരോ ബിറ്റും റിസീവ് ചെയ്യുമ്പോഴും അറിയാൻ സാധിക്കും ഇന്ന ബിറ്റ് നമുക്കിപ്പോൾ ഇവിടെ റിസീവ് ചെയ്യും എന്ന് റിസീവറിന് അറിയാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ സിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ സിൻക്രണസ് ടൈപ്പ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ആണ് വിച്ച് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് data transfer because only data bits are transmitted. വേറെ ഒരു ബിറ്റ് അഡീഷണൽ ബിറ്റ്സ് ഒന്നും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ അത് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ ആണ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ. ഇനി നമുക്ക് ഇതെന്ന് പറയുന്നത് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കേൾക്കുമ്പം കോസ്റ്റ് കൂടുതലുള്ളതാണ് ഈ സിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ദി എക്സ്ട്രാ വയറിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സ് ആർ റിക്വയർഡ് ടു ഷെയർ ദ ക്ലോക്ക് സിഗ്നൽ ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദി റിസീവർ. ദെൻ devices that use serial cables for the communication are split into two categories. ഏതൊക്കെയാണ്? DTE എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്. ഡേറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ് ഏതൊക്കെയാണ് ഡേറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ്? കമ്പ്യൂട്ടർ, പിന്നെ എന്താണ്, പ്രിൻറ്റേഴ്സ് എക്സെട്ര. ഇതൊക്കെയാണ് എന്ത്? ഡേറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് DCE. DCE എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്. എന്താണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ മോഡംസ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പാരലൽ കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് പാരലൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് പാരലൽ കമ്മ്യൂണിക്കേഷൻ? പാരലൽ കമ്മ്യൂണിക്കേഷൻ യൂസസ് മൾട്ടിപ്പിൾ വയേഴ്സ് അല്ലെങ്കിൽ ബസസ് ഫോർ റണ്ണിങ് data parallel to each other and can transmit data on all wires simultaneously ആയിട്ട് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സൈമൾട്ടേനിയസ്ലി ട്രാൻസ്ഫർ
data using multiple wires or buses. That is, all the bits of the byte are transmitted at the same time. So the speed of this parallel data transfer is very high when compared to serial data transfer. Then, what are the differences between a serial communication and parallel communication? എന്താണ് serial communication parallel communication തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഹിയർ ഇൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ദ ഡേറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ബിറ്റ് ആഫ്റ്റർ ബിറ്റ് ഇൻ എ സിംഗിൾ ലൈൻ. ദ ഡേറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ബിറ്റ് ആഫ്റ്റർ ബിറ്റ് in a single line. Here data is transmitted simultaneously through a group of lines. The next one is of low speed transmission. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലേ? പാരലിനെ അപേക്ഷിച്ച് നോക്കുമ്പം സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഹിയർ ഇറ്റ് ഈസ് ഹൈ സ്പീഡ് ട്രാൻസ്മിഷൻ. ഹൈ സ്പീഡ് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് വൺ ഈസ് സീരിയൽ കമ്മ്യൂണിക്കേഷനകത്ത് പുതിയതായിട്ടുള്ള സീരിയൽ ലിങ്ക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അതേസമയം പാരലൽ കമ്മ്യൂണിക്കേഷൻ അത് എത്ര വേണമെങ്കിലും പാരലൽ ഡേറ്റ ലിങ്ക്സ് നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സീരിയൽ ലിങ്ക്സ് ആർ നോട്ട് ഈസി. അതേസമയത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പാരലൽ ലിങ്ക്സ് are very common. In terms of transmission channel causes such as data bus cable length, data bus buffers, interface connectors, the serial communication is less expensive when compared to parallel communication. It is more expensive. Then in serial communication, here there is no crosstalk problem. എന്തുകൊണ്ടാണ് crosstalk problem ഇല്ലാത്ത? Here the transmission of data is done by bit after bit in a single line. അതുകൊണ്ട് തന്നെ ഇവിടെ there will be no crosstalk problems. അതേസമയം പാരലൽ ആണെങ്കിലോ ഇവിടെ ഒരേ സമയം പല ലൈനിൽ കൂടെയും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ക്രോസ് ടോക്ക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒരുപാടുണ്ടാവും. ക്രോസ് ടോക്ക് പ്രോബ്ലംസ് ഒക്കെ. Then next one, the serial communication will work efficiently even at very high frequencies. Very high frequencies-ലും നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതേസമയം പാരലൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു റൺ അറ്റ് ഹൈ ഫ്രീക്വൻസീസ്. ഇറ്റ് വെരി ഹാർഡ് ടു റൺ അറ്റ് ഹൈ ഫ്രീക്വൻസീസ്. അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെയും പാരലൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതെന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് സീരിയൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മളിപ്പോൾ 8051 മൈക്രോ കൺട്രോളറിൻ്റെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 രജിസ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ഇസ് ES CON or otherwise called as
സീരിയൽ കൺട്രോൾ രജിസ്റ്റർ. സീരിയൽ കൺട്രോൾ രജിസ്റ്റർ. ഈ സീരിയൽ കൺട്രോൾ രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 8-ബിറ്റ് രജിസ്റ്റർ ആണ്. അതിൽ ഓരോ ബിറ്റിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഫസ്റ്റ് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റ് എന്ന് പറയുന്നത് RI ആണ്. ആ ബിറ്റിൻ്റെ പേര് RI എന്ന് പറയുന്നത്, ആ ബിറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റിസീവ് ഇൻട്രപ്റ്റ് ഫ്ലാഗ്. സെക്കൻഡ് ബിറ്റ് എന്ന് പറയുന്നത് T1 ആണ്. T1 എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ്. Then തേർഡ് ബിറ്റ് എന്ന് പറയുന്നത് RB8 എന്ന് പറയുന്ന ബിറ്റാണ്. ഫോർത്ത് ബിറ്റ് എന്ന് പറയുന്നത് TB8 ആണ്. ഫിഫ്ത്ത് ബിറ്റ് എന്ന് പറയുന്നത് റൺ ബിറ്റാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് SM2, നെക്സ്റ്റ് വൺ ഈസ് SM1 ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് SM0. ഇതിനകത്ത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് SM0യും SM1ഉം ഇത് രണ്ടും എന്ന് പറയുന്നത് സീരിയൽ പോർട്ട് മോഡ് സെലക്ടർ ബിറ്റാണ്. സീരിയൽ പോർട്ടിൻ്റെ മോഡ് സെലക്ടർ ബിറ്റാണ് SM1ഉം SM0യും. ഇതിൽ SM0യും SM1ൻ്റെയും വാല്യൂ അനുസരിച്ചിട്ടാണ് ഏത് മോഡിലാണ് ഇത് വർക്ക് ചെയ്യുക എന്ന് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ 0 ആയിരിക്കുന്ന സമയത്ത് ഇത് സീരിയൽ മോഡ് 0യിലാണ് വർക്ക് ചെയ്യുന്നത്. SM0യും SM1 ആയിരിക്കുന്ന സമയത്ത് ഇത് സീരിയൽ മോഡ് 1ലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഒരു 8-ബിറ്റ് ഡേറ്റ പ്ലസ് 1 സ്റ്റാർട്ട് ബിറ്റ് പ്ലസ് 1 സ്റ്റോപ്പ് ബിറ്റും കാണും സീരിയൽ മോഡ് 1ൽ. ഇനി SM0യുടെ വാല്യൂസ് 1ഉം SM1ൻ്റെ വാല്യൂം 0 ആണെങ്കിൽ ഇത് സീരിയൽ മോഡ് 2ലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടിൻ്റെയും വാല്യൂ 1 ആയിരിക്കുമ്പോൾ ഇത് സീരിയൽ മോഡ് 3ലും ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സീരിയൽ മോഡ് 0 തൊട്ട് മോഡ് 3 വരെയുള്ള ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ദെൻ ഇനി അവിടെയുള്ള നെക്സ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് SM2 ആണ്. എന്താണ് SM2 എന്ന് പറയുന്ന ബിറ്റിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മൈക്രോ പ്രോസസർ മോഡ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മൈക്രോ പ്രോസസർ മോഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇവിടെ മൈക്രോ പ്രോസസർ മോഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റിസർവ് ചെയ്തിരിക്കുന്ന ബിറ്റാണ് SM2. പക്ഷെ നമ്മളിവിടെ 8051 ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു 8051. നെക്സ്റ്റ് ഈസ് റൺ. വാട്ട് ഈസ് റൺ ബിറ്റ്? റൺ ബിറ്റ് എന്ന് പറഞ്ഞാൽ റിസീവ് എനേബിൾ എന്നാണ് റണ്ണിൻ്റെ മീനിങ്. റിസീവ് എനേബിൾ. This bit will be set or cleared by making this bit either 1 for enable and 0 for disable reception. 1 ആണെങ്കിൽ enable reception എന്നായിരിക്കും അതിൻ്റെ മീനിങ്. 0 ആണെങ്കിൽ disable reception എന്നാണ് അതിൻ്റെ മീനിങ്. Then what is TB8? B8 എന്ന് പറഞ്ഞത് 8th ബിറ്റ്
B8. അപ്പം നമ്മൾ 0 to 1 വരെയാണ് 0 to 7 വരെയാണ് നമ്മളിവിടെ 8 ബിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഒരു എക്സ്ട്രാ ഒരു 9th ബിറ്റും കൂടി വന്നാൽ, അതായത് മോഡ് 2ലും മോഡ് 3ലും വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു 9th ബിറ്റും കൂടി വരികയാണെങ്കിൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TB8 എന്ന് പറയുന്ന ബിറ്റ് നമ്മളവിടെ കാണിക്കുന്നത്. സോ TB8 bit will be set to 1 when the 9th data bit transmitted in mode 2 and 3. അപ്പം അതേപോലെ തന്നെയാണ് RB8. RB8 എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ഇവിടെ എന്താ, 9th data bit received in mode 2 and 3. It is not used in mode 0 and mode 1. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് SM2ലാണെന്നുണ്ടെങ്കിൽ SM2 0 ആയിരിക്കുന്ന സമയത്ത് RB8 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്റ്റോപ്പ് ബിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ T1ഉം R1 നമ്മൾ പറഞ്ഞു. T1 എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ് ആണ്, ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് ആണ്. RI എന്ന് പറയുന്നത് റിസീവ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് ആണ്. അപ്പോൾ TI എന്ന് പറയുന്ന ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് ആണെന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ്, അതായത് 0 തൊട്ട് 7 വരെ ഉള്ളതിനകത്തുള്ള ഫസ്റ്റ് എസ്കോൺ രജിസ്റ്ററിനകത്തുള്ള ഫസ്റ്റ് ബിറ്റ് D1 എന്ന് പറയുന്നതാണ് TI എന്ന് പറയുന്നത്. When 8051 finishes the transfer of a bit character, it raises the TI flag to indicate that it is ready to transfer another byte. Then similarly, what is RI? That is the receive interrupt flag. അതായത് D0 എന്ന് പറയുന്നത് നമ്മുടെ 0 ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റാണ്. എസ്കോൺ രജിസ്റ്ററിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റാണ് റിസീവ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് അല്ലെങ്കിൽ RI എന്ന് പറയുന്ന ബിറ്റ്. വെൻ 8051 receives data serially, then it raises the RI flag bit to 1, indicates that the byte has been received and should be picked up before it is lost. അപ്പോൾ അതാണ് RIയും TIയും, TI ആൻഡ് RI. അപ്പോൾ ഇതൊക്കെയാണ് ഈ എസ്കോൺ രജിസ്റ്ററിനെ പറ്റിയിട്ട് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യം, കമ്മ്യൂണിക്കേഷൻ ത്രൂ RS-232 എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്ററിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ 8051. എല്ലാവരും നോക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.